കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല നമുക്ക് ജീവിച്ച് തീർക്കാനായിട്ട് കേട്ടോ. അപ്പം ജീവിതത്തിൽ നമുക്ക് എന്നും നമ്മൾക്ക് പഠിക്കാൻ തന്നെയുള്ളൂ. അതായത് ഒരു തുറന്നു വെച്ച പാഠപുസ്തകം പോലെയാണ് നമ്മുടെ ജീവിതം. ഓരോ പേജ് മറിക്കുമ്പോഴും നമുക്ക് ഓരോന്ന് പഠിക്കാനുള്ളത് പോലെ തന്നെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ജീവിതത്തിൽ നമുക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടാവും. ജീവിതത്തിൽ പല പല അനുഭവങ്ങളും പല പല പാഠങ്ങളും നമുക്ക് പഠിക്കും. പക്ഷെ ചിലപ്പോൾ എത്രയൊക്കെ പാഠങ്ങൾ നമ്മൾ പഠിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായാലും അതിനെ അനുസരിച്ച് പെരുമാറാനോ അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കാനോ നമുക്ക് കഴിയാതെ പോകുന്ന അവസരങ്ങളും ജീവിതത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പറയും മനസ്സമാധാനം ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട, കുടിക്കാൻ കഞ്ഞി ഉണ്ടായാൽ മതി, നമ്മൾ ആ കഞ്ഞി കുടിച്ച് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് പറയും. പക്ഷേ അത് വെറുതെയാണ് കേട്ടോ. ഈ മനസ്സമാധാനത്തിനെ ആശ്രയിച്ചിരിക്കുന്നത് എന്താണ്? സാമ്പത്തികം. അപ്പോൾ സാമ്പത്തികം ഉണ്ടെങ്കിലാണ് നമുക്ക് മനസ്സമാധാനം, അതുപോലെ കഞ്ഞി കുടിച്ചാലും ജീവിക്കാനായിട്ട് പറ്റണമെങ്കിൽ ഒരു ഏറ്റവും പ്രധാനി പണം തന്നെയാണ് കേട്ടോ. പറയുമ്പോൾ നമ്മൾ പറയും പണം ഇല്ലെങ്കിലും വേണ്ടില്ല, കഞ്ഞി കുടിച്ചിട്ട് സമാധാനത്തിൽ ജീവിക്കാം, സമാധാനം ഉണ്ടായാൽ മതി. സമാധാനം ഉണ്ടാവണമെങ്കിൽ ആദ്യത്തെ ആള് പണമാണ്. അപ്പം നമുക്ക് സാമ്പത്തികം ഉണ്ടായേ തീരുള്ളൂ. പഴമക്കാർ പറയുന്നത് പോലെ പണം കണ്ട പിണവും വായ് പിളർക്കും, അതുപോലെ തന്നെ പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നൊക്കെ പറയില്ലേ. അപ്പം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മൾ പണത്തിനെ ആർത്തി കാണിക്കണം, പണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജീവിക്കണമെങ്കിൽ സാമ്പത്തികം ഉണ്ടായേ തീരുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരു നിലയും വിലയും സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയില്ലേ. അപ്പോൾ അതുണ്ടെങ്കിലും അത് വേണമെങ്കിലും ഈ സാമ്പത്തികം തന്നെ ഒരു പ്രധാന ഘടകമാണ്. നിങ്ങൾ നോക്കൂ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാളും തിരിഞ്ഞു നോക്കില്ല. മനുഷ്യ മനസ്സായിട്ട് ആ മനസ്സുള്ളവർ മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അല്ലാതെ കൂടുതൽ പേര് ഇപ്പോൾ 100-98 പേരും ചിലപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവർ വളർന്നു വലുതായി, പണ്ടുള്ളവർ പറയുന്ന പോലെ തന്നെ കട്ടയിൽ കിടന്ന് കതിരാവുക എന്ന് പറയുന്ന പോലെ അവർ വളർന്നു വലുതായി അവർക്കൊരു ജോലിയൊക്കെ കിട്ടി സാമ്പത്തികമായി തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പേര് അവരെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് നമ്മൾ കാണാം അല്ലേ. അപ്പോൾ അതായത് സാമ്പത്തികം ഒരു കാരണം തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാവുകയല്ല. പക്ഷേ നമുക്ക് ഒരു മരമല്ലല്ലോ കുലുക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കുഴി കുത്തി നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ലല്ലോ സാമ്പത്തികം അല്ലേ. അപ്പം അങ്ങനെ ആർക്കും വേണ്ടാതെ കിടക്കുന്നവരേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പല ആൾക്കാരും ആ സമയങ്ങളിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാവും. പക്ഷെ അവർക്ക് വേണ്ട സമയത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ സഹകരണം അല്ലെങ്കിൽ സ്നേഹം അല്ലേ, അതൊക്കെയാണ് വേണ്ടത്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനായിട്ടും ഏതൊരു സാഹചര്യത്തിലും നമുക്ക് എന്താ പറയുക മുന്നോട്ട് നീങ്ങാനുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ പിടിവള്ളിയായിട്ട് നമുക്ക് ഓരോരുത്തരും സഹായം സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അതില്ലാത്ത പക്ഷം നമുക്ക് കഴിയില്ല. അത് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. നമുക്ക് 100 കാര്യങ്ങൾക്ക് ഓടിപ്പോകേണ്ട ആവശ്യങ്ങളുണ്ടാവും പല സ്ഥലങ്ങളിലേക്ക്. അങ്ങനെയൊക്കെ പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് ഒരാളുടെ സഹായം അല്ലെങ്കിൽ നമുക്ക് എന്തിനും ഏതിനും നമ്മുടെ മുന്നിൽ നടക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സഹായം തന്നെയാണ് അല്ലേ. പിന്നെ നമുക്ക് ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേണ്ടാത്തിടത്ത് നമ്മൾ ആവശ്യമില്ലാതെ കയറി ചെല്ലുക, അല്ലെങ്കിൽ അവിടെ നമ്മൾ നിൽക്കേണ്ട ആവശ്യം ഇല്ല. നമ്മളെ വേണ്ട സ്ഥലത്ത് മാത്രമേ നമുക്ക് നിലയ്ക്ക് നിന്നാൽ വിലയ്ക്ക് പോകാമെന്ന്. പിന്നെ നമ്മളതിനെ ഇഷ്ടമില്ലാത്ത വ്യക്തികളുടെ അടുത്ത് നമ്മൾ അവരേനെ യാചിച്ചുകൊണ്ട് അവരോടുള്ള ഇഷ്ടം നമ്മൾ യാചിച്ചുകൊണ്ട് നിൽക്കരുത് കേട്ടോ. അതായത് നമ്മൾ യാചിച്ച് കിട്ടുന്ന സ്നേഹം അത് വെറുതെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടിയുടെ വില പോലും നമുക്കുണ്ടാവില്ല. നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വില തരുന്നവരുടെ അടുത്ത് നമ്മൾ കൂട്ടത്തിൽ കൂടുക എന്നല്ലാതെ നമ്മളെ സ്നേഹിക്കാത്ത നമുക്ക് വില തരാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ കൂടിയിട്ട് കാര്യമില്ല. ചിലവരുണ്ട് അവരുടെ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊന്നാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ നമ്മളോട് പെരുമാറും. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒന്നിനും നമ്മളെ വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയോ കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു മരണവിവരം പോലും ചിലപ്പോൾ അറിയിച്ചോളണമെന്നില്ല. ആ രീതിയിൽ പെരുമാറുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ ചിലരുണ്ട് നമ്മളോട് പറയും ആ ആളോട് മിണ്ടരുത്, ഈ ആളോട് മിണ്ടരുത്, അവരുടെ വീട്ടിലേക്ക് പോകരുത്, അവരായിട്ട് കൂടരുത് എന്നൊക്കെ നമ്മളതിനെ ഒരുപാട് ഉപദേശിക്കും. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മൾ അയ്യോ ഇനി അങ്ങനെ ചെയ്താൽ അങ്ങനെ പ്രശ്നം വേണ്ട അല്ലെങ്കിൽ അങ്ങനെ വേണ്ട വെച്ചിട്ട് നമ്മൾ നിൽക്കും. പക്ഷേ ഈ നമ്മളതിനെ ഉപദേശിച്ച വ്യക്തികൾ അവരായിട്ട് തോളിൽ കൈയിട്ട് നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. അപ്പോൾ അത് ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പാഠമാണ്. ആര് അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോകരുത് തുള്ളി വെള്ളം കുടിക്കരുത് എന്നൊക്കെ നമ്മളോട് ഉപദേശിച്ചാൽ
ചെയ്താലും നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടും നമ്മൾ സഹകരിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ഒരാളുടെ വാക്ക് കേട്ടും അങ്ങനെ ചെയ്യാതിരിക്കരുത് കേട്ടോ. പണ്ട് സ്കൂളിൽ ഓട്ടോഗ്രാഫ് എഴുതുന്നത് പോലെ, ഇന്നത്തെ കുട്ടികൾക്ക് ഓട്ടോഗ്രാഫ് അല്ല, അപ്പോൾ പണ്ട് നമ്മൾ ഓട്ടോഗ്രാഫ് എഴുതുന്നത് പോലെ പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന എന്ന് പറയും. നമ്മുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരല്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. നമ്മളോട് നല്ല വാക്കിൽ പറഞ്ഞു അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അപ്രിയമായ സത്യം നമ്മളോട് തുറന്ന് പറയാതെ നമ്മുടെ എന്താ പറയുക, ചിലരുടെ വാക്ക് കേട്ടാൽ നമ്മൾ പറയാം ഒക്കത്തിരിക്കണ കുട്ടീനെ കിണറ്റിലേക്ക് എറിഞ്ഞിട്ട് അമ്മയും ഭരിക്കണ അമ്മയെക്കോടെ എടുത്തിട്ട് ഓടുന്നു പറയും. അങ്ങനെ നമ്മളോട് സോപ്പിട്ട് സുഖിപ്പിച്ച് സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നവരുടെ സംസാരത്തിൽ നമ്മൾ വീണ് പോകരുത് കേട്ടോ. അപ്പോൾ അത് ഇത് കൂടെ കേൾക്കുക, ഇത് കൂടെ വിടുക. കാരണം അങ്ങനെ സോപ്പിട്ട് സുഖിപ്പിച്ച് നമ്മളോട് സംസാരിക്കുന്നവർ അപ്പുറത്ത് പോയിട്ട് ചിലപ്പോൾ നമ്മുടെ കുറ്റമായിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ മാത്രമല്ല നമ്മുടെ മുൻപിൽ അവർ നമ്മളോട് അത്രയും സോപ്പിട്ട് സുഖിപ്പിച്ച് പറയും, പക്ഷേ അതിലൊരു സത്യസന്ധതയും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് അയ്യോ അവരെല്ലാമാണ് എനിക്ക്, അല്ലെങ്കിൽ അവർക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് നമ്മളതിനെ സ്നേഹിക്കുന്നവരേനെ, അല്ലെങ്കിൽ നമ്മളതിനെ ഇഷ്ടപ്പെടുന്നവർ നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അതായത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത സത്യങ്ങളാണെങ്കിൽ പോലും നമ്മളോട് തുറന്നു പറയും. നീ അത് ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ നിനക്കിത് ഭംഗിയില്ല, ഈ ഡ്രസ്സ് നിനക്ക് ചേരണില്ല, അല്ലെങ്കിൽ നീ ഇന്നുണ്ടാക്കിയ കറി നന്നല്ല എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ ആ സത്യങ്ങൾ നമുക്ക് കേട്ടാൽ ഇഷ്ടാവില്ല. പക്ഷേ ആ പറയുന്നവരായിരിക്കും നമ്മളോട് സ്നേഹിക്കുന്നവർ, നമ്മളതിനെ യഥാർത്ഥമായിട്ടും സ്നേഹിക്കുന്നവർ ആ പറയുന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ അവർ ആ ആത്മാർത്ഥത കൊണ്ടാണ് നമ്മളോട് തുറന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ തുറന്ന് പറയുന്നവർ നമുക്ക് ഇഷ്ടാവില്ല. എപ്പോഴും നമ്മളെ സുഖിപ്പിക്കുന്നതാവും നമുക്ക് ഇഷ്ടാവുക അല്ലേ. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ ഉണ്ടാക്കിയ കറി നന്നായിട്ടുണ്ട്, നിൻ്റെ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട്, നീ ഡ്രസ്സ് ഇത് എന്ത് ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ എല്ലാവർക്കും സന്തോഷം. തിരിച്ച് നമ്മുടെ നല്ലല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവുകൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടാവില്ല. പക്ഷേ ആ നെഗറ്റീവുകൾ നമ്മളോട് തുറന്ന് പറയുന്നവരായിരിക്കാം ചിലപ്പോൾ ശരിക്കും നമ്മളോട് ആത്മാർത്ഥത ഉള്ളവർ കേട്ടോ. നമ്മളോട് പറയേണ്ട കാര്യങ്ങൾ നമ്മളോട് തുറന്ന് പറയും. അതായത് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളോട് തുറന്ന് പറയും. അല്ല നമ്മൾ അറിയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കുക. അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ നാണമില്ലാതെ അവരുടെ അടുത്തേക്ക് എത്തരുത്. എന്താ പറയുന്നത് അല്ലെങ്കിൽ എന്താ ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളങ്ങനെ ചെല്ലരുത്. നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ ചോദിക്കരുത്, അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് നമ്മൾ കയറി ചെല്ലരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് പറയാനുള്ളത് വെച്ചാൽ നമ്മളോട് നേരിട്ട് പറയും അല്ലേ. അപ്പം നമ്മൾ വെറുതെ അങ്ങോട്ട് പോയി ചോദിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് അനുഭവം ഉണ്ടാവും, ചില സ്ത്രീകൾക്ക് കേട്ടോ, തങ്ങളുടെ ഭർത്താക്കന്മാരാണെങ്കിലും തങ്ങളുടെ മക്കളാണെങ്കിലും മാറിയിരുന്ന് സംസാരിക്കുമ്പോൾ എന്താ പറയണേ ചോദിച്ചിട്ട് ചെല്ലും. നമ്മൾ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ എന്നുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് അങ്ങനെ ചെല്ലുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ട വെച്ചിട്ടാണല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പം അതിലേക്കും നമ്മൾ കയറി ചെല്ലണ്ട. അപ്പം നമുക്ക് ഒരു സ്ഥാനം എന്താ അവർ തന്നേക്കണ വെച്ചാൽ ആ സ്ഥാനത്ത് നമ്മൾ നിന്നാൽ മതി. അതിലപ്പുറം ആത്മാർത്ഥം നമ്മളും കാണിക്കേണ്ട ആവശ്യമില്ല. അത് സ്വന്തം നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും. കാരണം അവർ ആത്മാർത്ഥം നമ്മളോട് കാണിക്കാതെ നമ്മൾ തിരിച്ച് ആത്മാർത്ഥം അങ്ങോട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും നമുക്ക് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ ഭർത്താവാണെങ്കിലും നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മളോട് പറയാം. അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ പല എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പറയാൻ നമ്മളോടുണ്ടെങ്കിൽ അത് നമ്മളോട് തുറന്ന് പറയും. അവിടുന്നും ഇവിടുന്നും നമ്മളത് കേട്ടിട്ട് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മക്കളാണെങ്കിലും ഒരു പരിധി വരെ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ സ്നേഹവും ആ ആത്മാർത്ഥതയും മക്കൾക്ക് തിരിച്ച് നമ്മളോട് ഉണ്ടാവണം. അപ്പോൾ അവരത് ആഗ്രഹിക്കാത്തടത്തോളം കാലം നമ്മൾ നമ്മുടെ മക്കളല്ലേ എന്ന് ചിന്തിച്ചിട്ട് ചോദിക്കാനായിട്ട് ചെല്ലേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് അറിയേണ്ട കാര്യം അവർ പറയും. അല്ല നമ്മളെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നുക വെച്ചാൽ പിന്നെ വീണ്ടും നമ്മളതിലേക്ക് കടന്നു ചെല്ലേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ചും സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സ്നേഹം ആവശ്യമില്ലാത്തടത്ത് നമ്മൾ കയറി ചെല്ലാതിരിക്കാനും, നമ്മുടെ സ്നേഹം ആവശ്യമില്ലാത്ത വ്യക്തികൾക്ക് നമ്മൾ വെറുതെ നമ്മുടെ സ്നേഹം വലിച്ചു നീട്ടിക്കൊടുക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് ചെല്ലുന്ന പോലെ തന്നെ ചിലപ്പോൾ അത് സ്വന്തം ഭർത്താവിൽ നിന്നാണെങ്കിൽ പോലും നമ്മളങ്ങനെ എന്തൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും എങ്ങനെയൊക്കെ നമ്മളതിനെ ഇടിച്ച് താഴ്ത്തി സംസാരിച്ചാലും നമ്മൾ ചിരിച്ച് നിന്നിട്ടൊക്കെ കേട്ടിട്ട് എത്ര അവഗണിച്ചാലും നമ്മളതൊക്കെല്ലാം കേട്ടിട്ട് പിന്നാലെ ചെല്ലുന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് നമ്മുടെ സ്നേഹം കൊണ്ടാണ് നമ്മളത് ചെല്ലുന്നത്.
പക്ഷേ അവർക്ക് അവരുടേതായ വെറുപ്പും അല്ലെങ്കിൽ അവഗണനയും നമ്മളോട് കാണിച്ചാലും നമ്മൾ പിന്നാലെ ചെല്ലും. അപ്പോൾ നമ്മുടെ സ്നേഹം അവർക്ക് ആവശ്യമില്ല, നമ്മുടെ സ്നേഹത്തിന് അവർ അംഗീകരിക്കണില്ല, നമ്മളെ അംഗീകരിക്കണില്ല എന്ന് ചിന്തിച്ചാലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് തിരിച്ച് നമ്മളും പെരുമാറുക. പക്ഷെ നമ്മുടെ ആത്മാർത്ഥമായ അവരോടുള്ള സ്നേഹം അതുകൊണ്ട് നമുക്ക് അങ്ങനെ പിന്തിരിഞ്ഞ് മാറാനായിട്ട് കഴിയാറില്ല. നമ്മൾ തിരിച്ച് വീണ്ടും എത്ര അവഗണിച്ചാലും നാണമില്ലാതെ നമ്മൾ ചെല്ലും. പക്ഷെ അങ്ങനെ നമ്മുടെ സ്നേഹം ആവശ്യമില്ലാതെ അവർക്ക് കൊടുക്കേണ്ട, ആവശ്യമുള്ളവർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നാണമില്ലാതെ പിന്നാലെ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടും അവർക്ക് നമ്മളെ വില ഉണ്ടാവില്ല. ഏതിനും മനസ്സ് എന്നൊന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യം ചെയ്യാനും ആത്മാർത്ഥത്തോട് കൂടിയിട്ട് സ്നേഹമാണെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം കഴിയുള്ളൂ അല്ലേ. നമുക്ക് അങ്ങനെ ഒരു മനസ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും കഴിയില്ല. അപ്പം മനസ്സുള്ളിടത്തോളം കാലം തന്നെയാണ് അത് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവനവൻ്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ കാര്യം എന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് പെരുമാറുക. നമുക്ക് മനസ്സുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാനോ അങ്ങനെ പെരുമാറാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് ജീവിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. പിന്നെ നമ്മുടെ മുന്നിൽ നമ്മൾ നന്നായിട്ട് സംസാരിച്ചു, നമ്മളോട് നല്ലത് പറഞ്ഞു, തിരിച്ചു നിന്ന് ചിലപ്പോൾ കുറ്റം പറയുണ്ടായിരിക്കും. അപ്പോൾ അത് മുഖത്ത് നോക്കി പറയാൻ കഴിവില്ലാത്തവരായിരിക്കാം. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് നിൽക്കുക, അത്രേ പറ്റുള്ളൂ. അല്ലാതെ അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജീവിച്ച് പോകണ്ടേ അല്ലേ, ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ച് പോകണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറ്റുള്ളൂ. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന പാഠങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ബന്ധപ്പെടുള്ളൂ. അവരവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ആരും ആരെയും തിരിച്ചറിയാത്തൊരു കാലഘട്ടമാണ് ഇന്ന്. അത് ഒരു സ്വന്തം വീട്ടിലായിക്കോട്ടെ, അവരെ അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മരുമക്കളായിക്കോട്ടെ, അവരവരുടെ കാര്യങ്ങൾക്കെല്ലാം അവരങ്ങനെ നന്നായിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് നമ്മളായിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒന്ന് വിളിക്കാനോ ഒന്ന് അന്വേഷിക്കാനോ എന്താ ഏതാന്നുള്ള ചോദ്യങ്ങളോ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും അടുപ്പമില്ലാത്ത അല്ലെങ്കിൽ ആത്മാർത്ഥമില്ലാത്തൊരു കാലഘട്ടമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് ഇനി ഇതിലും ആത്മാർത്ഥമില്ലാത്തൊരു കാലമായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം ആലോചിച്ച് നമ്മൾ മനുഷ്യ മനസ്സ് എന്നൊരു മനസ്സുള്ളവർക്ക് ഇതെല്ലാം ചിന്തിക്കുമ്പോഴും കാണുമ്പോഴും വിഷമം ഉണ്ടായിരിക്കും. വിഷമിച്ചിട്ട് കാര്യമില്ല. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്, മരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ജനിച്ചു വരുന്നു, ജനിക്കുന്നതിൻ്റെയും മരിക്കുന്നതിൻ്റെയും ഇടയിൽ ഒരുപാട് എന്താ പറയുക അഭിനയ മുഹൂർത്തങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളും അതിൽ തകർത്ത് അഭിനയിച്ച് പോകുന്ന ജീവിതം ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു അഭിനയം തന്നെയാണ്. ഒരു തിരശീലയ്ക്ക് അപ്പുറം ഇപ്പുറം നിന്നിട്ട് എന്ന് പറയണ പോലെ തന്നെ. പക്ഷേ ഒരു സീരിയലോ അല്ലെങ്കിൽ ഒരു സിനിമയോ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ രണ്ട് പുറം കാണാനായിട്ട് കഴിയും. ജീവിതത്തിൽ അത് കഴിയില്ല. നമ്മൾ ഒരു പുറം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സത്യമേത് മിഥ്യ ഏത് എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. കാരണം ഒരു സിനിമയിൽ ഒരു ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണികളായ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അവരോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. ജീവിതത്തിൽ അതിന് കഴിയില്ല. അപ്പം ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നഷ്ടം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്തത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ പ്രവർത്തിക്കാൻ പറ്റാത്തതുമാണ് നമ്മുടെ ജീവിതത്തിലെ നഷ്ടം. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക, ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ ശരിക്കും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒരു ഭർത്താവും ഭാര്യയും മക്കളൊക്കെ കൂടി ജീവിക്കുന്നവരുണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപൂർവം ചിലർക്ക് അവിടെയും ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും കിട്ടാത്ത ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഭർത്താവിനായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഭാര്യയ്ക്കായിരിക്കാം. അതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിനും മക്കളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മക്കൾക്ക് അച്ഛനും അമ്മയിൽ നിന്നായിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ജീവിതത്തിലെ ചില ഭാഗങ്ങളാണ് ഇതൊക്കെ എന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.